കോഴിക്കോട് വിലങ്ങാട് പുഴയോരത്തെ മരങ്ങൾ മുറിച്ചു കടത്തി. പുളിക്കാവ് പുഴയോരത്ത് നിന്നാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിന്നെന്ന വ്യാജേനയാണ് മരം കടത്തിയത്. സമീർ സി മുഹമ്മദാണ് ചേരുന്നത് വിവരങ്ങളുമായി. സമീർ, ഇത് യഥാർത്ഥത്തിൽ സ്വകാര്യ വ്യക്തിയുടെ മരമല്ലേ? എങ്ങനെയാണ് ഇത് മുറിച്ചു കടത്തിയത്? വിവരങ്ങൾ പറയും. സ്മിത, സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിന്ന് എന്ന വ്യാജേനയാണ് പുഴയുടെയും അതുപോലെ തന്നെ പുഴ പുറമ്പോക്കിൽ നിന്നുമായിക്കൊണ്ട് വലിയ രീതിയിൽ മരങ്ങൾ മുറിച്ചു കടത്തിയിരിക്കുന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 15ഓളം മരങ്ങളാണ് ഈ വിധത്തിൽ അവിടെ നിന്ന് മുറിച്ചു കടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നേരത്തെ തന്നെ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. പ്രധാനമായും അത് വില്ലേജ് ഓഫീസറെയാണ് ആദ്യം അറിയിച്ചത്. വില്ലേജ് ഓഫീസർ തിനൂർ വില്ലേജ് ഓഫീസറെയാണ് അറിയിച്ചത്. വില്ലേജ് ഓഫീസർ അത് പിന്നീട് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചു. നരിപ്പറ്റ പഞ്ചായത്തിൻ്റെ അധികൃതർ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഈ വെട്ടിയിട്ട ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് അത് കഷ്ണങ്ങളാക്കി ലോറിയിൽ കടത്തിക്കൊണ്ടുപോയത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ മരങ്ങൾ അവിടുന്ന് കടത്തിക്കൊണ്ടു പോകുന്ന വേളയിലും ആരും തന്നെ തടഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്കെതിരെ വലിയ വിമർശനം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. വിഷയത്തിൽ ഇപ്പോൾ നാട്ടുകാർ നൽകിയ പരാതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസിൽ കൂടി പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങളാണ് ഈ വിധത്തിൽ വിലങ്ങാട് ഭാഗത്തു നിന്നുകൊണ്ട് ആ പുഴയുടെ പുളിമാട് ഭാഗത്തുള്ള ആ ഭാഗത്തുനിന്ന് ആണ് ഇത്തരത്തിലുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയിരിക്കുന്നത്. സ്മിത, ശരി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങളാണ് പുഴയോരത്തു നിന്ന് സ്വകാര്യ വ്യക്തിയുടേതെന്ന വ്യാജേന മരം മുറിച്ചു കടത്തിയത്. സമീർ സി മുഹമ്മദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.